നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആരും ശ്രദ്ധിക്കാത്തപ്പോഴും ശരിയിൽ വെള്ളം ചേർക്കാതെ നിൽക്കാൻ കഴിയുന്നത് വലിയൊരു ഗുണമാണ്. ശുഭദിനത്തിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ഒരു കേസ് സംബന്ധിച്ച് കോടതി വിധി കാത്തിരുന്ന ഒരാൾ തന്റെ വക്കീലിനോട് ചോദിച്ചു, ഈ കേസ് വിധിക്കാൻ പോകുന്നത് ഏത് ജഡ്ജിയാണെന്ന് അറിയാമോ? വക്കീൽ അത്ഭുതപ്പെട്ടു. എന്തിനാണ് ചോദിക്കുന്നത്? അയാൾ ചെറുചിരിയോടെ പറഞ്ഞു, ജഡ്ജിക്ക് ഒരു നല്ല വീഞ്ഞുകുപ്പി സമ്മാനിക്കാനാണ്. വക്കീൽ ഉടൻ മറുപടി പറഞ്ഞു, അത് ചെയ്യരുത്. ആ ജഡ്ജി ഒരിക്കലും കൈക്കൂലി വാങ്ങുന്ന ആളല്ല. അങ്ങനെ ശ്രമിച്ചവർക്കെല്ലാം വിധി പ്രതികൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചാഴ്ചകൾക്ക് ശേഷം വിധി വന്നു. അയാൾ കേസ് ജയിച്ചു. അയാൾ സന്തോഷത്തോടെ വക്കീലിനോട് പറഞ്ഞു, കണ്ടോ, എൻ്റെ വീഞ്ഞ് വിദ്യ ഫലിച്ചു. വക്കീൽ ഞെട്ടി ചോദിച്ചു, നീ ശരിക്കും ജഡ്ജിക്ക് വീഞ്ഞ് അയച്ചോ? അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാനത് എതിർകക്ഷിയുടെ പേരിൽ അയച്ചു. വക്കീലിന് മറുപടി ഉണ്ടായിരുന്നില്ല. നിയമങ്ങളും ആചാരങ്ങളും ആളുകൾ പിന്തുടരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് അനുസരിക്കുന്നവരുണ്ട്. സൽപ്പേര് നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. അനുബന്ധ നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കുന്നവരുമുണ്ട്. എന്നാൽ സ്വന്തം ബോധ്യത്തിലും പെരുമാറുന്നവരുമുണ്ട്. അവസാനം പറഞ്ഞ കൂട്ടർക്ക് ആരും കാണാത്തപ്പോഴും ആൾക്കൂട്ടത്തിന് നടുവിലും ഒരേ പെരുമാറ്റ രീതിയായിരിക്കും. അംഗീകരിച്ചും ആദരിച്ചും ശീലമുള്ളവർ ഒന്നിലും വെള്ളം ചേർക്കില്ല. സ്വന്തം ധാർമ്മിക നിലവാരം ഉയർത്തുക എന്നതാണ് ഈ ജീവിതത്തിൽ പ്രധാനം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ.